പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിന് ഇഞ്ചുറി പറ്റിയൊരു അപ്ഡേറ്റ് ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലെ മെയിൻ ഇവന്റിൽ സെത്ത് ജിന്ദർ മഹാലിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. സക്സസ്ഫുള്ളായി റിട്ടേൺ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും സെത്തിൻ്റെ ഇടത്തെ കാലിന് മത്സരത്തിനിടയിൽ ഇഞ്ചുറി പറ്റി. അദ്ദേഹം മുടന്തി ബാക്ക് സ്റ്റൈലിലേക്ക് വരികയും ബാക്ക് സ്റ്റൈലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം സെത്ത് റോളിൻസിൻ്റെ കാലിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഫൈറ്റ്ഫുൾ സെലക്ട്, PW ഇൻസൈഡർ തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് WWE ഈ ഒരു ആഴ്ച നടക്കാൻ പോകുന്ന ഹൗസ് ഷോ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡ് തുടങ്ങിയവയിലൊന്നും സെത്ത് റോളിൻസിന് മത്സരിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. WWE ഇപ്പോൾ പുതുതായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഇന്ന് രാവിലെ ഞാൻ അതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ നിങ്ങളുമായി പങ്കുവച്ചതാണ്. അത് ഒരിക്കൽ കൂടി പറയാം. സെത്ത് റോളിൻസ് റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ഒരു സെഗ്മെൻറ്റാണ് സെത്ത് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകും എന്നുള്ളതാണ് WWE ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെത്ത് റോളിൻസ് ടൈറ്റിൽ റിലിക്വിഷ് ചെയ്യുമ്പോൾ സെത്ത് റോളിൻസിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് എന്ത്, അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ എന്ന് തിരികെ വരും എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ആയിരിക്കും സെത്ത് പങ്കുവെക്കാൻ പോകുന്നത്. സെത്ത് ടൈറ്റിൽ റിലിക്വിഷ് ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും സെത്തിൻ്റെ പകരക്കാരനായി വരാൻ സാധ്യതയുള്ള ചാമ്പ്യൻ എന്നുള്ള ഒരു സാധ്യതയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്ന് ഡാമിൻ പ്രീസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേഴ്സ് ക്യാഷിൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചാമ്പ്യനാകാൻ വലിയൊരു അവസരം വന്നിരിക്കുന്നു. ഇഞ്ചുറി ആയിട്ടുള്ള സെത്തിനെതിരെ അദ്ദേഹം ക്യാഷിൻ ചെയ്യുന്നു, അദ്ദേഹം പുതിയ ചാമ്പ്യനാകുന്നു. പിന്നീട് സെത്ത് തിരികെ വരുമ്പോൾ അപ്പോഴും പ്രീസ്റ്റാണ് ചാമ്പ്യൻ എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്റ്റോറി ലൈൻ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് ഒരു മത്സരം റോയൽ റംബിളിലേക്ക് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെക്കേറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ഒരു മത്സരം അനൗൺസ് ചെയ്യുക. മൂന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് സെത്ത് റോളിൻസ് ടൈറ്റിൽ റിലീക്വിഷ് ചെയ്യുന്നില്ല, റസൽമേനിയയ്ക്ക് മുൻപ് താൻ തിരികെ വന്നില്ലെങ്കിൽ മാത്രം തൻ്റെ ആ ഒരു ടൈറ്റിൽ റിലീക്വിഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സെത്ത് റോളിൻസ് വലിയൊരു ഗ്യാപ്പ് എടുത്ത് മാറുന്നു. റസൽമേനിയ സമയത്ത് ഈ ഒരു ഇഞ്ചുറി എല്ലാം മാറിയതിന് ശേഷം തിരികെ വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെത്ത് റോളിൻസിൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അദ്ദേഹം സർജറിക്ക് പോയില്ലെങ്കിൽ റസൽമേനിയയ്ക്ക് മുൻപ് ഫുൾ ഹെൽത്തിലൂടെ സെത്തിനെ തിരികെ വരാം. ഇനി സർജറിക്ക് വിധേയനായാൽ അദ്ദേഹത്തിന് റസൽമേനിയയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള അപ്ഡേറ്റുകളാണ് ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെത്ത് റോളിൻസ് എന്ത് തരത്തിലുള്ള തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് റോ എപ്പിസോഡിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റോയിൽ പുതിയ ചാമ്പ്യൻ വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സെത്തിൻ്റെ ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു പോയിന്റ്. ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.